إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ നോമ്പിലാണ്. ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളുമൊക്കെയുള്ള ഈ മാസത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം അത് ഖുർആൻ അവതീർണമായ മാസമാണ്. ജനങ്ങളെ
നേർമാർഗത്തിലാക്കുന്നതിന് വേണ്ടി ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു കൃത്യമാക്കുകയാണ്. നമുക്ക് ഹിദായത്ത് ലഭിക്കാനാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടണം എന്നാണ് ഈ വചനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈമാനുള്ളവരായ ആളുകൾ പ്രത്യേകിച്ച് റമദാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഖുർആൻ ഓതാൻ വല്ലാതെ താല്പര്യം കാണിക്കുകയും അതിനനുസരിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ കാര്യങ്ങൾ പഠിക്കുവാനും പാരായണം ചെയ്യുവാനുമൊക്കെ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കിയത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രമുഖനായിരുന്ന ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ റമദാനിൽ രാത്രി സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിനോട് ചാരിയിട്ട് തന്നെ അതിന്റെ തൊട്ടടുത്തായി കൊണ്ട് അദ്ദേഹത്തിന്റെ കുതിരയെ അദ്ദേഹം കെട്ടിയിട്ടിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സമയം അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി കുതിരയുടെ അടുത്ത് നിന്ന് കളിക്കുന്ന അതും അദ്ദേഹം കണ്ടിരുന്നു. ഇണക്കമുള്ള കുതിരയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ആ കളിയുടെ സമയത്ത് അദ്ദേഹം അതിന് വിലക്ക് ഒന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അതിൻ്റെതായ തദബ്ബുർ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ കുതിര നിന്ന് ചാടാൻ തുടങ്ങി. അത് വല്ലാത്തൊരു പ്രത്യേക രൂപത്തിൽ അത് ഇളകാനും ചാടാനും ഒക്കെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നത് നിർത്തി. എന്താണ് ഇപ്പം എൻ്റെ കുതിരക്ക് പറ്റിയത് എന്ന് അദ്ദേഹം അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കി. കുതിര ശാന്തമായി. വീണ്ടും അദ്ദേഹം വന്ന് ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോൾ വീണ്ടും തുടങ്ങി കുതിര ചാടല്. അങ്ങനെ അദ്ദേഹം തന്റെ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുകയും അദ്ദേഹം ഖുർആൻ ഓതുന്നത് നിർത്തി പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ ആകാശത്തേക്ക് അദ്ദേഹം തല ഉയർത്തി നോക്കിയ സന്ദർഭത്തിൽ കണ്ടത് എന്തോ ഒന്ന് ആകെ മൂടി നിൽക്കുന്നത് പോലെ. ആകെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകൾ ഭാഗം വാനലോകത്ത് വന്ന് നിറഞ്ഞു നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. നേരം പുലർന്നപ്പോൾ ഈ വിവരം അദ്ദേഹം സുബഹി നമസ്കാരാനന്തരം അള്ളാഹുവിന്റെ റസൂലിനോട് സംഭവം വിശദീകരിച്ചു കൊടുത്തു. തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, ഹുദൈറിന്റെ പുത്ര, താങ്കളെങ്ങാനും നേരം പുലരുന്നതുവരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ താങ്കളുടെ വീടിന്റെ മുകളിൽ വന്നു നിന്നത് മലക്കുകളുടെ ഒരു കൂട്ടമാണ്. ജനങ്ങൾക്ക് നോക്കിക്കാണാൻ മാത്രം അവർ അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യം, ആ മനുഷ്യന്റെ ചുറ്റുഭാഗവും അള്ളാഹുവിന്റെ മാലാഖമാർ വന്ന് വലയം ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. ഒരാൾ നമുക്ക് വലിയ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുകയാണ്. അതിന്റെ ട്രിക്കുകളും വഴികളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് വലിയ ലാഭം കിട്ടുന്ന ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നാൽ ആ മനുഷ്യനോട് നമുക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരു വൻപിച്ച ലാഭം ലഭിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരികയാണ്. അല്ലാഹു
വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ് സ്വലാത്ത വ അൻഫഖു മിമ്മാ റസഖനാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ ആയത്തായി കൊണ്ടാണ് അല്ലാഹു ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിനെ അഥവാ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നവരായ ആളുകൾ. മറ്റൊരു ക്വാളിഫിക്കേഷൻ, വ അഖാമുസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ. നിസ്കരിക്കുന്നവർ എന്നല്ല, മറിച്ച് നമസ്കാരം കൃത്യമായി അതിന്റെ സമയങ്ങളിൽ, അതിന്റെ സമയം തെറ്റാതെ നമസ്കരിക്കേണ്ടുന്ന സ്ഥലത്ത് അഥവാ പള്ളികളിൽ വന്നുകൊണ്ട് നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുന്നവരായ ആളുകൾക്കാണ് ഇഖാമത്തുസ് സ്വലാത്തിന് അർഹരായിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ. വ അൻഫഖു മിമ്മാ റസഖനാഹും, അല്ലാഹു പറയാണ്, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. എങ്ങനെ? സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ. യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടത്തിലായി പോകാത്ത ഒരു കച്ചവടമാണ് അവർ ചെയ്തത്. വല്ലാത്തൊരു ഭാഗ്യമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യന് അത് നഷ്ടമാവില്ല എന്ന് അല്ലാഹു പറയുന്നു. നമസ്കാരം തന്റെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവന് നഷ്ടമല്ല. അള്ളാഹു നൽകിയ സമ്പത്ത് സ്വകാര്യമായും വേണ്ടി വന്നാൽ പരസ്യമായും, ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് പരസ്യപ്പെടുത്തേണ്ടി വരും നമ്മുടെ ദാനധർമ്മങ്ങൾ. അതെന്തിനാ? അത് കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാവാറുണ്ട്. ഇപ്പൊ നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പള്ളിയുടെ വിഷയങ്ങളിലൊക്കെ നമ്മൾ ദാനധർമ്മം നൽകുന്നവരുടെ പേരുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ. അതൊരു പ്രചോദനമാണ്. മറ്റുള്ള ആളുകൾ ഒരുപക്ഷെ ഗഫലത്തിലായിരിക്കും, കൊടുക്കണ്ട എന്നുള്ള മനസ്സുള്ള ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാവില്ല ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ. ആ സമയത്താണ് മെസ്സേജുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനത്തിൽ നോമ്പ് തുറപ്പിക്കാനുള്ള അവസരം. ഉടനെ തന്നെ ഈ മനുഷ്യൻ അതിന് ബന്ധപ്പെട്ട ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നത് എന്നെയും കൂടെ പേര് ചേർത്തോ. ഇതൊരു പ്രചോദനമാണ്. അങ്ങനെ കൊടുത്താലും റബ്ബിന്റെ അടുത്ത് ഒരു നഷ്ടവും സംഭവിക്കൂല, പേടിക്കണ്ട. കാരണം അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ് സ്വകാര്യമായും പരസ്യമായും ഒക്കെ കൊടുക്കാമെന്ന്. പക്ഷെ ഒരാൾ വിചാരിക്കണം ഞാൻ കൊടുക്കുന്നത് നാലാൾ അറിയണ്ട, അത് സ്വകാര്യമാണ്, അത് അവനും റബ്ബും തമ്മിലുള്ള കോണ്ടാക്റ്റാണ്. അതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും അതവന് നഷ്ടമുണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യനെ നന്നാക്കുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആന് അവിസ്മരണീയമായ പങ്കാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എങ്ങനെയാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനുണ്ടല്ലോ, അതാരാണ്? വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കാവാം, നമ്മുടെ കുടുംബത്തിലാവാം, മക്കൾക്കാവാം, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്, ഖുർആനിന്റെ മാസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. ഒരു തവണയെങ്കിലും ഈ വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി തീർക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു സമാധാനമാണ്. ഇന്നിപ്പോ ഈ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം സൂറത്തുൽ കഹ്ഫ് ഒരു മനുഷ്യൻ ഓതി. നോമ്പാണല്ലോ, മറ്റുള്ള വർത്തമാനങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊന്നും ഇടപെടാതെ ഖുർആനിൽ നിന്നുള്ള കുറച്ച് വാക്കുകൾ ഓതി അങ്ങനെ ആ സൂറത്തുൽ കഹ്ഫ് ഓതി തീർത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത മനസ്സമാധാനം ഉണ്ടാവും. അൽഹംദുലില്ലാഹ്,
സൂറത്തുൽ കഹ്ഫ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, സമയം വൈകിട്ടില്ല, നിങ്ങൾ പേടിക്കണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും ഓതിയത് പൂർത്തിയായില്ലെങ്കിൽ മഗ്‌രിബിന്റെ മുമ്പ് ഓതി തീർത്താലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പ്രതിഫലം, അത് ഓതിയതിന്റെ പ്രതിഫലം ഉണ്ടാവും. 2 ജുമുഅകൾക്കിടയിലുള്ള പ്രകാശമാണ് സൂറത്തുൽ കഹ്ഫ് ഒരാൾ പാരായണം ചെയ്താൽ. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി മെനക്കെടുക. കഴിയുന്നിടത്തോളം പള്ളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഈ നാട്ടുവർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് ഊളിയിട്ടിറങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ ഈ മതത്തിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരാളാണ്, ഞാൻ അതിലെ ഒരു അംഗമാണ്, അതിന്റെ ഒരു പ്രചാരകനാണ് ഞാൻ എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സുന്ദരമായ ചില വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ ഉദ്ധരിക്കുകയാണ്. മസലുൽ ലദീ യഖറഉൽ ഖുർആൻ വഹുവ ഹാഫിദുൻ ലഹു. ഒരു മനുഷ്യന്റെ ഉപമ, അയാളുടെ ഉപമ എന്താണ്? അയാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, തന്നെയുമല്ല അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഖുർആൻ ഓതുകയും അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഉപമ മഅസ്സുഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ മലക്കുകളുടെ കൂടെയാണ് അയാൾക്കുള്ള സ്ഥാനം. ഖുർആൻ കാണാതെ പഠിച്ചൊരു മനുഷ്യന് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഉന്നതന്മാരായ മലക്കുകളുടെ കൂടെ നിൽക്കുവാനുള്ള അവസരമുണ്ടാവുമെന്നാണ്. ഒരു പാപവും ചെയ്യാത്ത അള്ളാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികളായ മലക്കുകളുടെ കൂടെ നമുക്ക് കഴിഞ്ഞുകൂടാൻ സൗകര്യപ്പെടണോ? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. കാണാതെ അറിയുന്ന ആളുകൾ, അത് കാണാതെ പഠിക്കാൻ കഴിയുന്നവർ പഠിക്കട്ടെ, അവർക്ക് ഔന്നത്യം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടെ കൊണ്ട് റസൂലുള്ളാഹി നിർത്തിയില്ല. ഒരു മനുഷ്യന് അയാൾ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഓതാൻ അറിയുള്ളൂ, അത് തന്നെ അതിന്റെ 100% അതിന്റെ ആ ഒരു തർത്തീലനുസരിച്ച് ഓതാൻ വയ്യ എങ്കിലും എന്നാലും അള്ളാഹുവിന്റെ റസൂൽ പറയണ മസലുൽ ലദീ യഖറഉൽ ഖുർആൻ വഹുവ യതആഹദു വഹുവ അലൈഹി ശദീദൻ. അത് പാരായണം ചെയ്യാൻ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്, പക്ഷെ എങ്കിലും ഇത് പുണ്യ റമദാനിലാണല്ലോ ഞാൻ നിൽക്കുന്നത്, ഈ വിശുദ്ധ ഖുർആനുമായി എനിക്കൊരല്പമെങ്കിലും ബന്ധപ്പെടണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തപ്പിത്തടഞ്ഞുകൊണ്ടത് പാരായണം ചെയ്താൽ ഫലഹു അജ്റാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 2 കൂലി ഉണ്ടവന്. ഓതിയതിന്റെ കൂലി, അവൻ ഖുർആനിന്റെ ആളായതിന്റെ കൂലി. വല്ലാത്തൊരു സൗഭാഗ്യമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കിട്ടുവാനുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആനുമായി നമ്മൾ അടുത്താൽ നമ്മൾ ആ ഖുർആനിന്റെ ആളുകളായി തീരും. ഒരു മനുഷ്യൻ ഖുർആനിന്റെ ആളായി കഴിഞ്ഞാൽ അവനുള്ള നേട്ടം എന്താ? അവൻ അള്ളാഹുവിന്റെ സ്വന്തക്കാരനായി തീരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. റബ്ബിന്റെ സ്വന്തക്കാര്, സുബ്ഹാനല്ലാഹ്. ഇതൊരു വല്ലാത്ത വാക്കാണ്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. അല്ലാഹുവിന്റെ ജനങ്ങളെ കൂട്ടത്തിൽ ചില സ്വന്തക്കാരുണ്ട്, ആളുകളുണ്ട്. അപ്പോ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മൻഹും, അള്ളാഹുവിന്റെ ദൂതരെ ആരാണ്? അള്ളാഹിന്റെ ആൾക്കാരോ? അതാരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്ത് ചോദിക്കുകയാണ്. അപ്പോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളാണ്. അവര് അഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാഹുവിന്റെ ആളുകളാണ് എന്ന് മാത്രമല്ല അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരുമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മൾ ഖുർആനിന്റെ ആളുകളായിട്ട്, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കേട്ടവരായിട്ട്, അറിഞ്ഞവരായിട്ട്, പഠിച്ചവരായിട്ട് ജീവിതത്തിൽ അത് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അതിലും വലിയ ഒരു നഷ്ടം സഹോദരങ്ങളെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, അള്ളാഹുവിന്റെ പള്ളികളിൽ ചില ആളുകൾ വരും, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീനത്ത് വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറല്ലാഹു ഫീമൻ ഇൻദഹു. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈ ഒരു വചനത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ചില ആളുകൾ
ചില ആളുകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ അവർ നേരത്തെ വരും, അള്ളാഹുവിന്റെ പള്ളിയിൽ എത്തുന്നു. എന്നിട്ട് യത്ലൂന കിതാബല്ലാഹ്, വിശുദ്ധ ഖുർആൻ അവർ ഓതും. വയതദാറസൂനഹു ബൈനഹും, ആ ഖുർആനിൽ അവർ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആയത്തുകളെ സംബന്ധിച്ച്, അതിന്റെ അമാനുഷികതയെ സംബന്ധിച്ച്, അത്ഭുതങ്ങളെ സംബന്ധിച്ച് അവർ ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അവർ തന്റെ സുഹൃത്തുക്കളുമായി അത് ചർച്ച ചെയ്യും. വിശുദ്ധ ഖുർആനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാവാമെന്ന് അത് ചർച്ച ചെയ്യും. താൻ മനസ്സിലാക്കിയ വിഷയം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അയാളുടെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് അയാൾ മനസ്സിലാക്കിയത് ഇവിടെ പറയും. അത് കേൾക്കുന്ന ആളുകൾ കൗതുകപൂർവ്വം അതൊക്കെ പരസ്പരം ആ ചർച്ചയിൽ പങ്കെടുക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു ദർസ് സംഭവിച്ചാൽ പടച്ച റബ്ബ് അവരിലേക്ക് സമാധാനം, ശാന്തി ഇറക്കുകയാണ്, ഇറങ്ങാതിരിക്കുകയില്ല എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അവരിലേക്ക് സമാധാനം ഇറങ്ങാതിരിക്കുകയില്ല. തന്നെയുമല്ല, റബ്ബിന്റെ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയും. മലക്കുകൾ അവരെ വലയം ചെയ്യും. ആ സദസ്സിനെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ വലയം ചെയ്യും. തന്നെയുമല്ല, റബ്ബിന്റെ അർശിന്റെ ചുറ്റുഭാഗവും സദാസമയവും റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുഖറബാക്കപ്പെട്ട ചില മലക്കുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഇവിടെ ഈ പള്ളിയിൽ കൂടിയ ആളുകൾ, ഇവരെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ഉറക്കം തൂങ്ങാതെ കേൾക്കുന്നവരായ ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും പേരുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബ് തന്റെ മലക്കുകളുടെ മുമ്പിൽ പറയും, പ്രശംസിക്കുമെന്നാണ്. എന്റെ ഇന്ന അടിമകൾ അള്ളാഹുവിന്റെ എന്റെ വചനങ്ങൾ കേൾക്കാൻ പള്ളികളിൽ ഒരുമിച്ച് കൂടി അവർ അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ പകർത്തുന്നു. റബ്ബ് നമ്മളെ കുറിച്ച് ഓർത്താൽ സഹോദരങ്ങളെ രക്ഷപ്പെട്ടില്ലേ നമ്മൾ? റബ്ബിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് റബ്ബ് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. നമുക്ക് മാത്രം ലഭിക്കുന്ന, വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകൾക്കുള്ള വലിയൊരു ഭാഗ്യമാണ് അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെടുവാനുള്ള അവസരമുണ്ടാവുക എന്നുള്ളത്. ഈ ലൈലത്തുൽ ഖദർ അവതീർണമായ ഈ മാസത്തിലും നമുക്കൊരുപാട് സൗകര്യങ്ങളുണ്ട്. ഇനി ഒരാൾക്ക് ഓതാൻ വയ്യ, ഓതു പഠിച്ചിട്ടില്ല, എന്തെല്ലാം സംവിധാനങ്ങളാണ് നമ്മുടെ കൈകളിലുള്ള. അത്യാധുനിക ടെക്നോളജിയുടെ മൊബൈലുകൾ നമ്മുടെ കൈകളിലുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ, അതിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഇരടികൾ നമുക്ക് കേട്ട് ആസ്വദിച്ചൂടെ? എന്നാലും പുണ്യമുണ്ട്. ഖുർആൻ ഓതിയാലും കേട്ടാലും ഒക്കെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഖുർആനിന്റെ ആളുകളായി, അതിനുമായി നിരന്തരം ബന്ധപ്പെടുന്നവരായി ജീവിച്ചാൽ തീർച്ചയായും നമ്മുടെ അവസാനം, നമ്മുടെ മരണത്തിന്റെ സമയം നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ലോകത്ത് നിന്ന് ഇവിടെ പറയാം, ഇവിടെ കാലകാലം കഴിച്ചോടൂ എന്നുള്ളൊരു ഉറപ്പായിരിക്കില്ലല്ലോ. ഉറപ്പാണ്, നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. ആ സമയത്ത് ഞാൻ ഖുർആനിന്റെ ആളായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, റബ്ബിന്റെ സ്മരണകൾ, റബ്ബിന്റെ നാമങ്ങൾ പറയുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ, അവരുടെ മനസ്സുകൾ ശാന്തമാകും. എന്നിട്ട് അല്ലാഹ് പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പറയണേ, അള്ളാഹുവിന്റെ സ്മരണയിലാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലാണ്, അവന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലാണ്, അവനെ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും മുഴക്കുന്നതിലാണ് മനസ്സമാധാനം. മറ്റുള്ളതിലൊന്നും സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ മുന്നിൽ കാണുമ്പോൾ നമ്മുടെ ആശ്വാസവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിലൂടെ നമുക്കൊക്കെ ബേജാറും വെപ്രാളവും അസ്വസ്ഥതകളുമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ആ സ്ഥാനത്ത് അള്ളാഹുവിലേക്ക് മടങ്ങി റബ്ബിനെ കുറിച്ച് ഓർത്ത് അല്ലാതെ പ്രയാസപ്പെടുമ്പോ വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്താൽ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും ഇറക്കുമെന്ന് റബ്ബിന്റെ വാഗ്ദാനമാണ്. അങ്ങനെ ഈ ലോകത്ത് നിന്ന് സമാധാനത്തോടുകൂടി വിട പറയുവാനുള്ള അവസരവും അത്തരക്കാർക്കുണ്ടാവും. അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله وكفى
والصلاة والسلام على المصطفى وعلى آله وصحابته المرتضى أما بعد. സഹോദരങ്ങളെ, ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടണം ഒരു വിശ്വാസി എന്നാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ആകത്തുകയായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും നമുക്ക് തുണയുണ്ടാവില്ല. ഒരു മനുഷ്യന്റെ ചുറ്റുഭാഗം അയാളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ഉണ്ടെങ്കിലും ഒരാളും നമ്മളെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല എന്നാണ്. ഒരു ശുപാർശയും ഒരു സഹായവും ഒരു ആനുകൂല്യത്തിന്റെ ഒരു കണിക പോലും ആ പരലോകത്ത് ഒരു മനുഷ്യനും ലഭിക്കുകയില്ല. ഇത് ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ആ സമയത്ത് എല്ലാം കൊണ്ട് കുടുങ്ങി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് സഹായിയായിക്കൊണ്ട് കടന്നു വരുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ചില കർമ്മങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും വിശുദ്ധ ഖുർആനും ഒരു അടിമക്ക് നാളെ പരലോകത്ത് ശുപാർശകരായി വരുമെന്നാണ്. എങ്ങനെയാണത്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഈ മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ഹിസാബിൽ, അയാളുടെ പ്രവർത്തനങ്ങളിൽ, കർമ്മങ്ങളിൽ കുറവുണ്ട്. അയാളാകെ ബേജാറിലായി വെപ്രാളപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. തന്റെ മുമ്പിൽ നരകം കത്തിജ്വലിച്ച് നിൽക്കുന്നത് കാണുന്നു. അല്ലാഹുവേ, എന്റെ മടക്കം, എന്റെ അവസ്ഥ ആ നരകത്തിലേക്കായിരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുന്ന ഒരു ചുറ്റുപാടിൽ ആ മനുഷ്യൻ കൃത്യമായി അല്ലാഹുവിനുള്ള നോമ്പ് നോറ്റവനാണ്. അയാളുടെ മീസാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് നോമ്പ് പിടിച്ചിരുന്നു ഇയാൾ. ആ സമയത്ത് നോമ്പ് അയാളുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്, അയാൾ നോറ്റ നോമ്പ്. എന്നിട്ട് ഈ നോമ്പ് പറയും, യഖൂലു സിയാം ഐ റബ്ബ് മനഅതുഹു അത്ആമ വശഹവാത് ബിന്നഹാർ. ഈ മനുഷ്യൻ, ഞാൻ കാരണം അയാളുടെ ഭക്ഷണവും അയാളുടെ ആഗ്രഹങ്ങളും ഒക്കെ പകലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി, നോമ്പ് പിടിക്കുന്നതിന് വേണ്ടി അയാളുടെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അയാൾ മാറ്റിവെച്ചു. ഭക്ഷണം അയാൾക്ക് അയാളുടെ മുമ്പിലുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, പക്ഷെ മാറ്റിവെച്ചു. കാരണം ഞാനൊരു നോമ്പുകാരനാണ് എന്നുള്ള നിലയിൽ. അള്ളാഹു അതിനാൽ അള്ളാഹുവെ, ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ, ശുപാർശ നൽകണേ, അള്ളാഹു എന്റെ ഈ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് ഈ നോമ്പ് നമുക്ക് വേണ്ടി, ആ മനുഷ്യന് വേണ്ടി പറയുകയാണ്. അങ്ങനെ രണ്ടാമതായി അതാ കടന്നു വരുന്നു, യഖൂലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നു. അയാൾ ഖുർആൻ പറയുകയാണ്, മനഅതുഹു അന്നൗമ ബില്ലൈൽ. അല്ലാഹുവേ, രാത്രി ധാരാളം സമയം ഇയാൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഒറ്റയടിക്ക് പോയി കടന്നുറങ്ങാറില്ല. ഇയാൾ ധാരാളമായി ഖുർആൻ ഓതിയിരുന്നു. അയാൾ ഉറങ്ങാതിരുന്നത് ഖുർആൻ ഓതുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ഫശഫഅനി ഫീഹി, അല്ലാഹുവേ, നീ അയാൾക്ക് എന്റെ ഈ ശുപാർശ നീ സ്വീകരിക്കണമേ. ഈ മനുഷ്യന് വേണ്ടി ഞാൻ പറയുന്ന ഈ ശുപാർശ അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് ഖുർആൻ വാദിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല ഫശഫഅൻ, അവരുടെ രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അഥവാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കുകയും അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ ഒരു അവസരം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള അവസരങ്ങളാണ്. അതിനുള്ള വിലപിടിച്ച സമയങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. വെറുതെ മൊബൈലുകളിൽ തോണ്ടിയും മറ്റുള്ള നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞുമൊക്കെ ഒരുപാട് സമയം നമ്മൾ അതിന് ചെലവഴിക്കുന്നുണ്ട്. എന്നാലും
കൂട്ടത്തിൽ കുറച്ചൊക്കെ ഇത് ഇനി ഒരു മനുഷ്യന് ഓതാൻ വയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ, സ്വലാത്തുകൾ ചൊല്ലട്ടെ. ഇതിനൊക്കെ ബദലായി അത് മതിയാവുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ വെറുതെ ഉറക്കം തോന്നി പട്ടിണി അടന്ന് വൈകുന്നേരമാകുമ്പോൾ കുറെ തിന്ന് കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ചേഞ്ചിങ് നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കൊണ്ട് ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എന്നോടും തുടർന്ന് നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ, അള്ളാഹുവിന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിലൂടെ ജീവിക്കുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു അവരെയും നമ്മെയും എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ റമളാൻ മാസം അത് അതിൻ്റെതായ എല്ലാ ശ്രേഷ്ഠതയിലും പുണ്യത്തിലും പൂർത്തിയാക്കി നോമ്പുകൾ അനുഷ്ഠിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്, അതിന്റെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞു പോയ ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോയ എല്ലാ പാകപ്പിഴവുകളും നിന്റെ കാരുണ്യവും കൃപയും കൊണ്ട് നാഥ ഞങ്ങൾക്ക് ഏവർക്കും നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തുകളിലും അതുപോലെ തന്നെ ഞങ്ങൾ നേർച്ചയാക്കിയതിലുമെല്ലാം നീ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുകയും അതിലെല്ലാം ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഞങ്ങളോട് അലിവും സ്നേഹവും ഉള്ളവരാക്കി അവരുടെ മനസ്സുകളെ നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുവാനും ആളുകൾക്ക് നന്മയെ മാത്രം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും മാതൃകാ പുരുഷന്മാരായി ജീവിക്കുവാനുള്ള സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.